ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم قال رسول الله صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് ആഖിറത്ത് നന്നായി ഈമാനിട്ട് മരിക്കുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആ ദീൻ അല്ലാഹു തആല മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ അറിയിച്ചു കൊടുത്തു. അതിനാണ് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിയ നസീർ. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ മനുഷ്യരുണ്ടോ അവിടേക്കെല്ലാം തന്നെ അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിയ നസീർ. മുന്നറിയിപ്പുകാരില്ലാത്ത പ്രവാചകന്മാർ നിയോഗിക്കാത്ത ഒരു ഉമ്മത്തും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 25 പ്രവാചകന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 137 സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. 2ാം സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 67 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അവസാനമായി നിയോഗിച്ച വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അതിനുശേഷം നബി ഇല്ല, ഗ്രന്ഥവുമില്ല. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഏടുകളും ഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട്. അതിലെല്ലാം
ആ പ്രവാചകന്മാരിലും ആ ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശ്വസിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതായത് ഇഞ്ചീലും തൗറാത്തൊക്കെ അതിൻ്റെതായ രൂപത്തിലുള്ളതിൽ വിശ്വസിക്കണം. ഇപ്പോൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഖാത്തമുൽ അംബിയ. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വ മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദു ഫലമ്മാ ജാഉ ബിൽ ബയ്യിനാത്തി ഖാലു ഹദാ സിറുൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൊട്ടു മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബി. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം 500 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. നീട്ടിക്കൊണ്ട് പോകാതെ വിഷയത്തിലേക്ക് വരാം. ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഇസ്രായേലിയരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് വന്നൊരു പ്രവാചകനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തൗറാത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് ഈസാ നബിയുടെ ഇഞ്ചീലും നിങ്ങൾ വിശ്വസിക്കണം. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നു, ബി റസൂലിൻ, ഒരു പ്രവാചകനെ കൊണ്ട്, യഅതി മിൻ ബഅദി ഇസ്മുഹു, എന്റെ കാലശേഷം വരുന്ന ആ പ്രവാചകൻ പേര് അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ്. അപ്പോൾ ഈസാ നബിയുടെ പ്രവചനവും കൂടി ഉണ്ടായി. ഇനി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഒരു 5 മിനിറ്റ് അധികം എടുത്താലും ഇന്ന് പറയേണ്ടത് ഇന്ന് തന്നെ പറയണം. നാട് മുഴുവനും നബിദിനാഘോഷങ്ങളും അതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചൊക്കെ നമുക്ക് അറിയാം നിങ്ങൾക്ക്. എന്നാലും കാലികമായിട്ടാണ് നമ്മൾ കുത്തുബ വിഷയം പറയേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, എന്താണ്? യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് എന്നാണ് പറയുന്നത് കേട്ടോ. മാനവ സമൂഹമേ, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹല്ലദീന മുസ്ലിമൂ എന്നല്ല, മാനവ സമൂഹമേ, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ ആഗോള പ്രവാചകനാണ്, ലോകത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും ഫാർസിയുടെയും ബുദ്ധമതക്കാരൻ്റെയും ജൈനമതക്കാരൻ്റെയും എവിടൊക്കെ മനുഷ്യരുണ്ടോ ആ മനുഷ്യരിലേക്കൊക്കെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ എല്ലാവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, എല്ലാവരും വിശ്വസിക്കേണ്ട പ്രവാചകൻ. പിന്നെ പറയുന്നു, ഒമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, സൂറത്ത് അംബിയായിലെ 28-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കപ്പിച്ചത്. നേരത്തെ ഓതിയത് അഹ്റാഫിലെ 158-ാമത്തെ ആയത്താണ്. യാ അയ്യുഹന്നാസ് ഒമാ അർസൽനാക, പ്രവാചകരെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല, ഇല്ലാ കാഫത്തൽ ലിന്നാസി, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും പ്രവാചകനായിട്ടല്ലാതെ നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അത് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കും കാരുണ്യവാനായും കൊണ്ടാണ് താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തെ എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കട്ടെ പ്രവാചകൻ. ഇങ്ങനെ പറയുമ്പോൾ ഇതിന് മുമ്പ് വന്ന കുറെ പ്രവാചകന്മാരുണ്ട്. അവരാരൊക്കെയാണ്? ചെറിയ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് നബി, അതൊക്കെ ഉലുൽ അസ്മികളിൽപ്പെട്ട പ്രവാചകന്മാരാണ്. ഇബ്രാഹിം നബി, നൂഹ് നബി, ലൂത്ത് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, അതുപോലെ തന്നെ മൂസാ നബി, ഈസാ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതൊക്കെ ഉലുൽ അസ്മികളിൽ സ്ഥാനം ഉണ്ട് കേട്ടോ. അപ്പൊ 1.5 ലക്ഷം പ്രവാചകന്മാർ, അത് 25 പ്രവാചകന്മാർ ഖുർആനിൽ പറഞ്ഞു, കുറച്ച് ഉലുൽ അസ്മികളിൽ പെട്ടു. അതിലെ നൂഹ് നബിയെ ഒമാ ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബിയെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചത് ആ ജനതയിലേക്ക് മാത്രമാണ്. ഈ സർട്ടിഫിക്കറ്റ് കാഫത്തുൽ ലിന്നാസ് എന്നോ അല്ലെങ്കിൽ ജമീഅൻ ലോകത്തുള്ള എല്ലാവരിലേക്കും എന്നുള്ള സർട്ടിഫിക്കറ്റ് മറ്റാർക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല. അത് അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. നൂഹ് നബി ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടു. അതുപോലെ തന്നെ വഖാല വഇലാ ആദിൻ
അഹാഹു ഹൂദൻ, ആദ് ഗോത്രത്തിലേക്ക്. അതൊക്കെ ഓരോ ജനങ്ങളാണ്, ഓരോ സമുദായക്കാരാണ്. അത് ഞാൻ നേരത്തെ ഓതിയില്ലേ, വൈമിൻ ഉമ്മത്തുമില്ല ഖലാഫിയ നദീറിൽപ്പെട്ട ആൾക്കാരാണ്. ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആരുടെയാണ്? ഹൂദ് നബിയാണ്. ഖുറാനിൽ സൂറത്ത് ഹൂദ് എന്നൊരു അധ്യായമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു വൈല സമൂദ അഹാവും സ്വാലിഹ്, സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് അവരുടെ സഹോദരനായ ആരെയാണ്? സ്വാലിഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അപ്പൊ കുറഞ്ഞൊരു കാര്യങ്ങൾ മനസ്സിലായി. ലൂത്തൻ ഇത് കാലി കൗമി, ലൂത്ത് നബിയെയും ആ ജനതയിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. അറാഫ് 180 ആയത്ത്. വൈല മദിയൻ, മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, അഹാവു അവരെ ആ മദിയൻകാരുടെ സഹോദരനായ ഷുഐബ് നബിയെ ആണ് അവരിലേക്ക് നിയോഗിച്ചത്. ഇതൊക്കെ വരും പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ ലോകത്ത് പിന്നെ ഒരു നബിമാരും ഇല്ല. ഈ നബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുണ്ടായിരുന്നത് ഓരോ കാലഘട്ടത്തിലും ഒന്നും രണ്ടും ഒന്നിൽ കൂടുതൽ നബിമാരുണ്ടായിരുന്നു അർത്ഥം. ഇപ്പോൾ ഷുഐബ് നബി മൂസാ നബിയുടെ കാലത്താണ്. മൂസാ നബിയും ഹാറൂൻ നബിയും, മൂസാ നബി കല്യാണം കഴിക്കുന്ന ഷുഐബ് നബിയുടെ മകളെയാണ്. അതുമാതിരി ഇബ്രാഹിം നബിയുടെ കാലത്ത് നൂഹ് നബി, അങ്ങനെ പല നബിമാരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആരും ഉണ്ടായിട്ടില്ല. അവസാനത്തെ പ്രവാചകൻ എല്ലാ ലോകത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനെ സ്നേഹിക്കുക, ആ പ്രവാചകൻ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളായ ഒരു മനുഷ്യരുടെ ചുമതലയാണ്. പ്രവാചകനെ സ്നേഹിക്കലും മധു പറയലൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു പരിധികളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉക്കും, എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? ഖുൽ ഇൻ കാന ആബാഉക്കും, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ആബാവുക്ക് നിങ്ങളുടെ വാപ്പാമാർ പിതാക്കന്മാർ, വ അബ്നാഅക്കും നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ, വ അശീറത്തുക്കും നിങ്ങളുടെ മറ്റു കുടുംബങ്ങൾ, വ അമ്മാലും ഇക്തറസ്തുമൂഹ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, വ തിജാറത്തൻ തഖ്ശൗന കസാദഹ നിങ്ങൾ ചെയ്യുന്ന വ്യവസായങ്ങളും കച്ചവടങ്ങളും ഒക്കെ, തഖ്ശൗന നിങ്ങൾ പേടിക്കുന്നു, കസാദഹ സാമ്പത്തികമായും സംഭവിക്കുമോ എന്ന്. അതിലെല്ലാം വീഴ്ചയും സംഭവിക്കും, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ സംഭവിക്കുന്ന കച്ചവടങ്ങളും. പിന്നെ ഓ മസാക്കിന തർലൗനഹ നിങ്ങൾ വസിക്കുന്ന ഇഷ്ടപ്പെട്ട വലിയ വലിയ നിങ്ങളെ വീടുകൾ, നമ്മുടെ ആഗ്രഹമാണ് അല്ലെങ്കിൽ വീടുണ്ടാകുക എന്നുള്ളത്, ആ വീടുകളും തർലൗനഹ നിങ്ങൾ തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെടുന്ന, അഹബ്ബ ഇലൈക്കും മിൻ അല്ലാഹി വ റസൂലിഹി ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയും റസൂലിനെയും കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇതിലേറെ എന്തായിരിക്കണം? ഇഷ്ടം റസൂലുള്ളാഹിനായിരിക്കണം. പിന്നെ അപ്പൊ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. റസൂലും അള്ളാഹു റസൂലുള്ളാഹിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പൊ ഇതിലേക്കോ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കാളൊക്കെ ഉപരിയായിട്ട് എന്ത് വേണം? അള്ളാഹുടെ റസൂലിനെയും അള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ ഇത് കാണിച്ചു തന്നത്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നതൊക്കെ അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനകൾ നിങ്ങൾ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വല്ലാഹുല യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ഫാസിഖീങ്ങളെ തുറന്നടപ്പുകാരെ അള്ളാഹു ഒരിക്കലും ഹിദായത്ത് ആക്കുകയില്ല. അപ്പോൾ നമ്മളെല്ലാറ്റിലും ഉപരിയായിട്ട് നമ്മൾ അവലംബമാക്കേണ്ടത് പ്രവാചക സ്നേഹമാണ്. ആ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അവർ സ്നേഹിച്ചു. നമുക്കിന്ന് ശരീരം കൊണ്ട് സ്നേഹിക്കണ്ടല്ലോ, സമ്പത്ത് കൊണ്ട് അതുപോലെ ഇബാദത്ത് കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാൻ കഴിയും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൻ ഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്താൽ, സ്നേഹിച്ചാൽ, പിൻപറ്റിയാൽ, വഹബ്ബ ബിന്നി അവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ, സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവൻ. ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, ഒരുപാട് സുന്നത്ത് പറയാൻ കേട്ടോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മളെ കയ്യിൽ ആ വെള്ളം എടുക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കുറിച്ച് ഓർമ്മ വേണം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5 സുന്നത്ത് നമുക്ക് ലഭിക്കും. ഫറളെടുക്കുന്ന കാര്യങ്ങൾ
നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. സുന്നത്ത് ചെയ്യുന്നത് റസൂലുള്ളാഹിയുടെ ഇഷ്ടം കൊണ്ടാണ്. ഫർദിൽ വരുന്ന ന്യൂനതകൾ സുന്നത്ത് കൊണ്ട് പരിഹരിക്കുന്നതാണ്. ജുമാക്ക് വരൽ ഫർദാണ്, പക്ഷെ ജുമാനും ഇവിടെ വരുമ്പോൾ തഹിയ്യത്തും അതിന് ശേഷമുള്ള സുന്നത്താണ്. അത് ഇതിലേക്കുള്ള മുതൽക്കൂട്ടാണ്, മറ്റേ ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? 5 ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ 5 സുന്നത്ത് നമുക്ക് നേടിയെടുക്കാം അറിയാതെ. 5 സുന്നത്ത് ഏതൊക്കെയാണ്? 1 വലത് കൈ കൊണ്ട്, 2 ബിസ്മില്ലാഹിർ റഹ്മാൻ ചൊല്ലിയും കൊണ്ട്, 3 ഇരുന്ന് കൊണ്ട് കുടിക്കുക. അപ്പൊ എത്ര സുന്നത്തായി? നമ്മൾ അറിയാതെ 3 സുന്നത്ത് കിട്ടി. 4 ഇന്നും കൂടെ ഇതിനെ വായിച്ചാൽ ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ നിർത്തി കുടിക്കണം. ഒരൊറ്റ വഴി കുടിക്കാൻ പാടില്ല, നമ്മൾ നിർത്തി കുടിക്കുക. അപ്പൊ 4 കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാ. 5 സുന്നത്തായി. അത് പ്രവാചക സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയും കുറെ സുന്നത്തുകൾ കേട്ടോ, അതിലേക്ക് നമുക്ക് പിന്നെ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പ്രവാചകനെ സ്നേഹിച്ച, എല്ലാം മറന്ന് സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ലാഭാക്കും അഭിനാക്കും അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എന്താറ്റിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവരായിരിക്കും. അതാണ് അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികൾ പ്രവാചകനെ എല്ലാറ്റിലും ഉപരിയായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരിക്കൽ, അലസ്തു ഞാനല്ലയോ ഔലാ ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാനല്ലയോ ഔലാ ബിൽ മുഅ്മിനീന ബി അൻഫുസിഹിം നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളൊക്കെ എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാനല്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇന്ന ഔലാ ബിന്നാസി യൗമിൽ ഖിയാമ, ഇന്ന ഔലാ ബിന്നാസി യൗമിൽ ഖിയാമ, മനസ്സിലാക്കി വെക്കണേ. അക്സറവും വലിയ സലാത്തൻ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ആൾക്കാർ. ഒരു പൊതുപരിപാടി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമാവട്ടെ സാംസ്കാരിക സംഘടനകളാവട്ടെ എല്ലാവർക്കും സ്റ്റേജ് സീറ്റ് കിട്ടൂല. പലർക്കും പലതരത്തിലുള്ള ബാഡ്ജുകൾ കൊടുക്കും, അതിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അവിടെ കൊണ്ടേയിരുത്തും. അങ്ങനെ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയതായ സമ്മേളനമാണ്. അവിടെ ഇന്ന ഔലാ ബിന്നാസി യൗമൽ ഖിയാമ വഅക്സറഹും അലയ്യ സ്വലാത്ത്. നേരത്തെ സുന്നത്തിന്റെ ചെറിയ 2 ഉദാഹരണം പറഞ്ഞത്, ഇനി കുറെ സുന്നത്ത് പഠിക്കാൻ കേട്ടോ. നാളെ മഹ്ശറിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം കിട്ടുന്നവർ ആരാണ്? വഅക്സറഹും അലയ്യ സ്വലാത്തൻ, എൻ്റെ മേൽ ധാരാളം സലാത്തുകൾ അധികരിപ്പിക്കുന്നവർക്ക് മാത്രമാണ് എൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കുക. അപ്പൊ നമ്മൾ സലാത്ത് അധികരിപ്പിക്കുക. ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗം അതാണ്. ആ സലാത്താണ് നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുന്നുണ്ട്. ഇബ്രാഹിമിയ സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞ ആ സലാത്ത് നമ്മൾ ചെല്ലുക. അത് എപ്പോഴും ചെല്ലുക. കുതുബയിൽ ചെല്ലണം, നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ ചെല്ലണം, മജ്‌ലിസ് നിസ്കാരത്തിൽ ചെല്ലണം, എന്നാലേ അതൊക്കെ ശരിയാവുള്ളൂ. അപ്പൊ ആ സലാത്ത് ചെല്ലുക, അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയ സീറ്റ് ലഭിക്കും. ഇനി സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ഒരു സഹാബിയായിരുന്നു. സൗബാൻ റളിയല്ലാഹുവിന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞുകൊണ്ട് വരികയാണ്. പ്രമേയുള്ള ആൾക്കാരന്മാര്, ഷുഗറിലെ ആൾക്കാർ ഇങ്ങനെ ഒരു മൊത്തമൊക്കെ ക്ഷീണം തോന്നുള്ളൂ. അന്ന് അതൊന്നുമില്ല. സൗബാൻ റളിയല്ലാഹു ഇങ്ങനെ ദിവസം ക്ഷീണിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഗയ്യറ ലൗനുക, എന്താ നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾ മുഖത്ത് നോക്കിയാൽ വല്ലാത്തൊരു ക്ഷീണമുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? ഫഖാല മാബിൻ മറലിൻ, അസുഖമൊന്നുമില്ല, ഒരു അസുഖം എനിക്കില്ല. വലാക്കി, എൻ്റെ അസുഖം എന്താണെന്ന് അറിയോ? എൻ്റെ അസുഖം ഇദായം അറാക്ക ഇസ്തൗസത്തു അശത്തുൻ അദീമ. ഇപ്പോൾ ഈ ലോകത്ത് പ്രവാചകരെ താങ്കൾ എനിക്ക് എപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കൂടെ നടക്കുകയാണ്, നിങ്ങൾ എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടാവും. ഞാൻ ചുരുക്കി പറയാണ്, നിങ്ങളെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വദ്കുറുൽ ആഖിറ, ഞാൻ പരലോകത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ എനിക്ക്
നിങ്ങളെ കാണാൻ പറ്റും. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ കാണുക? എനിക്കെൻ്റെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ കടാവിളക്കായി സൂക്ഷിക്കുന്ന എൻ്റെ പ്രവാചകനെ പരലോകത്ത് മനസ്സിൽ വെച്ച് കാണാൻ എന്താണ് ഒരു ചാൻസ് ഉള്ളത്? ഞങ്ങൾക്ക് പറഞ്ഞത് നമുക്കൊക്കെ കാണാൻ സ്വലാത്ത് അധികരിപ്പിക്കണം. അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് അല്ലാഹു തആലയാണ്. ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ ചോദ്യം ഉത്തരം പറയുന്നത് അല്ലാഹു തആല. എന്താ പറയുന്നത്? ഒമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അന്നമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസിദ്ദീഖീന വസാലിഹീന വഹസന ഉലൈക റഫീഖ. സൂറത്തുൽ നിസായിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളെ ആ വഴിയിലൂടെ ശരിക്ക് റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ആര് ഇബാദത്തെടുക്കുന്നുവോ ജീവിക്കുന്നുവോ അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് സൗഭാഗ്യമുള്ളവരെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ റസൂലിനെ കാണുന്നത് പോലെ സ്വർഗത്തിലും നിങ്ങൾക്ക് കാണാൻ അവസരം ലഭിക്കും. തീർന്നില്ല. സബാ എന്ന് പറയുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു. ബദർ യുദ്ധത്തിലേക്ക് തയ്യാറാവുമ്പോൾ ഒരു പരേഡ് ഒരു ഉപദേശം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് സവാദിനൊന്ന് തട്ടി ലൈൻ ശരിയാക്കി. ഇത് കഴിഞ്ഞേക്ക് സവാദ് ചോദിച്ചു, നിങ്ങളെ അല്ലാഹു തആല ഞങ്ങളെ വേദനിപ്പിക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ അടിച്ചത് കൊണ്ട് എനിക്ക് വേദനിച്ചു, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അടിക്കണം. അക്ഷരാർത്ഥത്തിൽ അവിടെ സഹാബികളൊക്കെ നിശ്ചലമായി പോയി. യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്താണ് സവാദിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ സഹായിക്കണോ? അടിച്ചോളൂ. നിന്നു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ അടിക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്ത് വസ്ത്രമൊന്നുമില്ല, നിങ്ങളുടെ ദേഹത്ത് വസ്ത്രമുണ്ട്, ആ വസ്ത്രം മാറ്റിയിട്ട് എനിക്ക് അടിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം മാറ്റി കൊടുത്തു. സഹാബ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ ഷഹീദായാൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു താങ്കളെ മേനിയുമായിട്ടൊന്ന് സ്പർശിക്കാൻ, എൻ്റെ മേനിയും നിങ്ങളെ മേനിയുമായിട്ടൊന്ന് സ്പർശിക്കാനുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടായി. അതുപോലെ തന്നെ അബ്ദുല്ലാഹി റബി എന്ന് പറയുന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ എപ്പോഴും പ്രവാചകനെ എപ്പോഴും സൂക്ഷ്മ ചെയ്തിരുന്ന ഒരു സഹാബിയായിരുന്നു. എല്ലാവരും പിരിഞ്ഞുപോയി വീട്ടിലേക്ക്. അബ്ദുല്ലാഹി റബി ആവട്ടെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണ്. കോരിത്തണിക്കുന്ന തണുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പുറത്തേക്ക് എണീറ്റ് വന്നപ്പോൾ അബ്ദുല്ലാഹി റബീനെ ഒരു കപ്പ് വെള്ളവുമായി നിൽക്കുകയാണ്. അബ്ദുൽ റബിയ, താങ്കൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് നിങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യണം, താങ്കളെ കാണണം, ആസ്വദിക്കണം, കൺകൊടുത്ത് കാണണം, അതിനുവേണ്ടി ഞാൻ നിന്നതാണ്. പ്രവാചകരെ അങ്ങ് ഒതുവെടുത്താലും നീ വെള്ളം കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം കൊണ്ട് സൽമാ സൈത്ത, അനക്ക് എന്താ വേണ്ടത് എന്നിനി ചോദിച്ചു. അതിപ്പോ കൈകോടെ തരാം. സൽ ചോദിക്കുക, സൽ നീനുണ്ട്, മാ ഷെയ്ത്ത, നിങ്ങൾ ഉദ്ദേശം എന്താ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹി റബി എന്ന സഹാബി പറഞ്ഞത്, അസ്അലുക മുറാഫഖത ഫിൽ ജന്നതി, എനിക്ക് കിട്ടേണ്ടത് അതാണ്. എന്താണ്? സ്വർഗത്തിൽ താങ്കളുടെ അടുത്തുള്ള ഒരു സ്ഥാനം. നമുക്കും അതാണ് ലഭിക്കേണ്ടത്. നമുക്കും അല്ലാഹു തആല കൂടുതൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും പഠിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സാലിഹായ അമലായി സ്വീകരിച്ചാൽ നമുക്കവിടെ സ്ഥാനം കിട്ടും. അസ്അലുക മുറാഫഖത ഫിൽ ജന്നതി, താങ്കളുടെ അടുത്ത് സ്വർഗത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരു സീറ്റ് കിട്ടണം. അതാരും കേൾക്കാതെ സ്വകാര്യമായിട്ട് വാങ്ങുകയാണ്. എല്ലാവരും രാത്രി വീട്ടിൽ ഉറങ്ങുകയാണ്. അബ്ദുല്ലാഹി റബി വീട്ടിൽ നിൽക്കുകയാണ്. ഇത് പ്രൈവറ്റായിട്ട് ചോദിച്ച് വാങ്ങാൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചോദിച്ചാണ് നമ്മളൊക്കെ എന്താ പറയാ? ഈ സഹാബി പറഞ്ഞ സ്വർഗത്തിൽ സ്വർഗത്തിൽ താങ്കളുടെ അടുത്ത് എനിക്കൊരു സ്ഥാനമാണെന്ന്, അടുത്തൊരു സീറ്റ്. മറ്റേ ഞാൻ പറഞ്ഞ എന്താണ്? സ്വലാത്ത് അധികരിക്കുന്ന ആൾക്ക് റസൂലുള്ളാഹിന്റെ സീറ്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി കസറത്ത് സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് ഇനി എന്നെ സഹായിക്കുക. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അങ്ങനെ സുജൂദ് അധികരിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്തുള്ള ഒരു
സ്ഥാനങ്ങൾ. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കുകൾ അവസാനത്തെ കണ്ടുപിടുത്തമായിരുന്നത് ഒരു വലിയ വിഷയമാണ് ഇവിടെ ഹിജറ. എല്ലാവരും കൂടിയിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾക്കാർ കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു വ്യക്തിയാണ് കൊല്ലുക. മക്കറുല്ലാഹി വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവരങ്ങനെ ഒരു ചതി പ്രയോഗിച്ചപ്പോൾ അള്ളാഹു അതിലും വലിയ ചതി പ്രയോഗിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു, വീട്ടിലെ വിരിപ്പിൽ ആരെ കടത്തണം? അലി റളിയല്ലാഹു അൻഹുവിനെ, മരുമകൻ. ശത്രുക്കൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലെങ്കിൽ എന്ത് വേണം? അപ്പോൾ തിരിച്ചു തെരഞ്ഞു പോകും. നേരം വെളുക്കുന്നത് വരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരം വെളുക്കുമ്പോഴേക്കും സൗർ എന്ന ഗുഹയിൽ എത്തണം. അതുവരെ ഇവരാരും പുറപ്പെടരുത്. അപ്പൊ റൂമിക്ക് ഞാൻ നോക്കുമ്പോൾ പുതച്ചു മൂടി കിടക്കുന്ന നബിയാണ്. ഈ പുറത്തേക്ക് വരുന്നത് കൂടെ വെട്ടുക, അതാണ് അവർ തീരുമാനം. അത് പുറത്ത് വന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വേണമെങ്കിൽ അവർക്ക് വധിക്കാം. അലി റളിയല്ലാഹു അൻഹു അലി സ്വന്തം ശരീരത്തെക്കാൾ അൽ നബിയു ഔലാദിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അൽ നബിയു ഔലാദിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഏറ്റവും ഔലാദ് അടുത്തത് എല്ലാറ്റിലുപരി സ്വന്തം ശരീരത്തെക്കാൾ ഉപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടേറ്റ് മരിക്കുന്നത് ഞാൻ തയ്യാറാണ്. അതിനേറ്റ് അവിടെ കടന്നു. നേരം പുലർന്നപ്പോൾ പുറത്തേക്ക് വന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ ശത്രുക്കൾക്ക് തെരഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ പോക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി സൗർ എന്ന ഗുഹയിൽ അഭയം പ്രാപിച്ചു. ശത്രുക്കൾ അവിടെയും എത്തിയിരിക്കുകയാണ്. കീഴ്പോട്ട് നോക്കിയാൽ അവരെ കാണും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരം കൊണ്ട് എല്ലാം കൊണ്ടും വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു, അവരിങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണും. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഇതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ വാക്കാണ്. ഉഹദ് യുദ്ധത്തിൽ മദീനയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ഉഹദ് രണാങ്കണം പലരും കണ്ടിട്ടുണ്ടാവാം. അവിടെ ബദർ യുദ്ധത്തിൽ വിജയിച്ച് തോറ്റ മക്കാ മുശ്രിക്കുകൾ പ്രതികാരം എന്നോണം പിറ്റേത്തെ വർഷം തന്നെ 3-ാം വർഷം 2-ാം വർഷമാണ് ബദർ, അവിടെ വെച്ച യുദ്ധമുണ്ടായി. അതിൽ തുടക്കത്തിൽ വിജയമായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുർ റുബാത്ത് എന്ന് പറയുന്ന ആ കുന്നിന്റെ മുകളിൽ ഏതാനും 50 നിർത്തി. യുദ്ധം വിജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ധിക്കരിച്ചു. അതുകൊണ്ട് പരാജയം സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും എന്ത് ചെയ്ത്? മുറിവ് തെറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്ത് മുറിയായി. പ്രവാചകൻ ഹംദ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഈ സമയത്ത് കബ്സ് ബിൻ റാബിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, എല്ലാവർക്കും സേവനം തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യണം. എല്ലാവരുടെ ചരിത്രത്തിൽ നിന്ന് ഓരോ ഏടുകാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. റാബിയ എന്ന് പറയുന്ന പെൺകുട്ടി ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ഓടി വീട്ടിൽ നിന്ന് ഉഹദ് രണാങ്കണത്തിലേക്ക് ഓടിപ്പോവുകയാണ്. വഴിയിൽ വെച്ച് പറഞ്ഞു, സഹോദരി, നിന്റെ മക്കളൊക്കെ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. എനിക്ക് അതല്ല അറിയേണ്ടത്, എനിക്ക് എൻ്റെ പ്രവാചകൻ എന്ത് സംഭവിച്ചു? ഓടിക്കൊണ്ടിരിക്കുന്ന റാബിയയോട് വീണ്ടും മറ്റുള്ളവർ പറയുന്നു, യുദ്ധത്തിൽ നിന്റെ പിതാവ് ഷഹീദായി, അത് എനിക്കറിയേണ്ട. ഭർത്താവ് ഷഹീദായി, എനിക്കറിയേണ്ടത് പ്രവാചകനെയാണ്. പ്രവാചകൻ ഷഹീദായിട്ടില്ല. അങ്ങ് സുരക്ഷിതമാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനും സുരക്ഷിതമാണ്. ഇങ്ങനെ ആയിരുന്നു സഹാബത്തിൻ്റെയൊക്കെ സ്നേഹം, തടി കൊണ്ടുള്ള സ്നേഹം. നമുക്ക് ഇത്തരത്തിലുള്ള സ്നേഹം അല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്തിൽ ശിർക്കുകളും ബിദ്അത്തുകളും വന്നുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അതേ മാർഗത്തിലൂടെ നമ്മൾ ഇബാദത്ത് ചെയ്യലാണ്. പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ജീവിതത്തിൽ സുന്നത്ത് പകർത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സുന്നത്തിനാണ് സ്നേഹിക്കുന്നുവോ ആ സുന്നത്ത് അവരെ ഞാൻ സ്നേഹിച്ചു. ഒരു സുദീർഘമായ ഒരു ഹദീസിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യഈശു മിൻകും ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചാൽ, അതിൽപ്പെട്ട ആൾക്കാർ നമ്മളൊക്കെ, ഫസയറാ, നിങ്ങൾക്ക് കാണാം, ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും.
പല ഗ്രൂപ്പുകളുണ്ട്, പല അഭിപ്രായക്കാരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതിൽ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നമ്മൾ സ്നേഹമാണ് കേട്ടോ, നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. ഫഅലൈക്കും ബിസുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ എന്ത് വേണം? മുറുകെ പിടിക്കണം. എന്നിട്ടോ തീർച്ചയായില്ല വസുന്നത്തി ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയൻ, സന്മാർഗദർശികളായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തിനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സുന്നത്ത്, അതല്ലെങ്കിൽ ഖുലഫാഉർ റാഷിദീങ്ങൾ ഏതാണ്ട് 30 ചില്ലാനം കൊല്ലം 4 ഖലീഫമാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഒന്നാമത്തെ അമവിയാക്കൾ പോലെയാണ് ചരിത്രം അങ്ങനെ പോണേ. ഈ 4 സഹാബികൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണ്. അവർ ഏതാണ്ട് 30 കൊല്ലത്തോളം ഭരണം നടത്തി. അല്ലെങ്കിൽ അവരുടെ സുന്നത്തിനെയാണ് നിങ്ങൾ അവലംബമാക്കേണ്ടത്. എന്നിട്ട് പറയണേ അല്ലു ബിൻ നവാജിദി, അല്ലു നിങ്ങൾ കടിച്ചു പിടിക്കുക, അല്ലു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു മുറിക്കണം, പിടിക്കണം. അതൊരു ഒരു പ്രയോഗമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ സുന്നത്തിനെ ഞാൻ സ്വീകരിക്കുള്ളൂ, അത് സ്വീകരിക്കണം, പിടിക്കണം. വയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, മുഹദസാത്തുൽ ഉമൂരി പുതിയതായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ദീനിൽ പുതുതായിട്ടുണ്ടാകുന്ന ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. വകുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുത്തനാശായക്കാരും പുത്തൻ ബിദ്അത്ത് അനാചാരമാണ്. കുല്ല ബിദ്അത്തിൻ ഇലന്നാർ, എല്ലാ ബിദ്അത്തും നരകത്തിലുമാണ്. അപ്പോൾ സുന്നത്ത് അവലംബമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത് പ്രവാചകൻ പഠിപ്പിച്ചു. ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ആ 2 തവണ പറഞ്ഞതുണ്ട് ഹദീസ്, 3 തവണ പറഞ്ഞതായിട്ടും ഉണ്ട് ഹദീസ്. സുമ്മല്ലദീന യലൂനഹും, നൂറ്റാണ്ടിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടുകളാണ്. ആ നൂറ്റാണ്ടിൽ ജീവിച്ച ലക്ഷക്കണക്കിൽ സഹാബികൾ, 1, 2, 3, 4 നൂറ്റാണ്ടിൽ ജീവിച്ച ആ സഹാബത്തൊക്കെ ലോകത്തിന്റെ വിവിധയിലേക്ക് പോയിന്ന ജന്നത്തിൽ കുറച്ചുപേരുടെ കബറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെ നിങ്ങൾക്ക് അവലംബമാക്കാം. അവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പറഞ്ഞു അസുഹാബി കന്നുജൂമി ഫബി അയ്യുഹും യഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സഹാബത്തുകളൊക്കെ നക്ഷത്രങ്ങളെ പോലെയാണ്. ആകാശം നോക്കുമ്പോൾ നക്ഷത്രം കാണുന്നത് പോലെ. അതിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായിട്ട് 23 കൊല്ലം ജീവിച്ചു. മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ചു. അപ്പോഴും ആരെങ്കിലും ഒരു ബർത്ത്ഡേ സംഘടിപ്പിച്ചതായി ചരിത്രത്തിൽ കാണുന്നില്ല. അതേപോലെ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തും താബിഈങ്ങളുടെ കാലത്തും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അതാ ഇയ്യാക്കും എന്ത് ചെയ്യണം, ഇയ്യാക്കും മുഹദസാത്തുൽ ഉമൂർ, പുതുതായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അവനെ അതിൽ നിന്ന് എന്താണ് അവിടുന്ന് മാറ്റേണ്ടത്, അത് തടയേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനിപ്പിക്കുകയാണ്, ഇന്ന ഫറത്തുക്കും അല ഹൗലി മൻ മർറ അലൈഹി ശുർബ മിന്നു, ചുരുക്കി പറയുന്നു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹൗലുൽ കൗസറിന് അവിടെ ആദ്യമായിട്ട് എത്തിച്ചേരുക ഞാനായിരിക്കും. എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവും, അവരും ഒക്കെ ഹൗലുൽ കൗസറിന് വെള്ളം കുടിക്കും. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ വെള്ളം കുടിച്ചാൽ പിന്നെ അവർക്ക് ദാഹമുണ്ടാകുകയില്ല. പിന്നെ അങ്ങനെ വരുമ്പോൾ ഞാൻ വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് വഹാല ബൈനവുമ, ഒരു മറ ഞങ്ങളുടെ മുമ്പിൽ വീഴും. അപ്പോൾ ഞാൻ പറയും എൻ്റെ ഉമ്മക്കാണ് എന്ന് പറയുമ്പോൾ, നബിയെ താങ്കൾക്ക് ശേഷം അവർ എന്ത് ചെയ്തു, ദീനിൽ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഒമാ ഹദീസോ ബാദക ഫഖൂൽ സോക്കൻ സോക്ക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, എൻ്റെ കാലശേഷം ഞാൻ കാണിച്ചു തരാത്ത ഏതെങ്കിലും മാതൃക, ഒരു ആരാധന കൂട്ടുകയോ കുറക്കുകയോ ചെയ്താൽ അവർക്ക് എൻ്റെ അടുത്ത് സ്ഥാനമില്ല. വസ്വഹക്കം സോക്ക, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പോകേണ്ടതാണ് എന്ന് പറയും. അപ്പോൾ ഗൗരവപൂർവമാണ് മദ്ഹബിലെ ഇമാമിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞതായിട്ട് ഇതുവരെ തെളിയിക്കാൻ സാധിക്കാത്ത ഒരു സൽക്കർമ്മമാണെങ്കിൽ
നമുക്കൊക്കെ അത് മുന്നോട്ടിറങ്ങി ചെയ്യാം. ഇമാദത്തില്ലതാ അത് തെരീക്ക് ഓ ശിവത്തുമിനാൽ റോഡ് ബ്ലോക്ക് നീക്കൽ സത്യവിശ്വാസിപ്പെട്ടതാ. ഇത് റോഡുകളൊക്കെ ഞാൻ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചടങ്ങ് ആരാധന നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അത് അതിൻ്റെ വാക്താക്കളാവും. അതുകൊണ്ട് ഏത് തരുണത്തിലും വിഷമത്തിലും സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിനെ മുറുകെ പിടിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിച്ച് സ്വർഗത്തിലേക്ക് പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.